ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദ്വീപ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPIയുടെ സഹായത്തോടെ ഇന്ത്യ അതിവേഗ പണമിടപാടുകളിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറിന് സ്വർണം. വനിതാ ചെസ് ലോകകപ്പിൽ കൊനേരു ഹംപി സെമിഫൈനലിൽ. കേരളത്തിൽ മഴ ശക്തം. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. ഇരുസഭകളിലുമായി ആകെ 21 സിറ്റിംഗുകൾ ഉണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി ഓഗസ്റ്റ് 12-ന് പിരിയുന്ന ഇരുസഭകളും ഓഗസ്റ്റ് 18-ന് വീണ്ടും ചേരും. 32 ദിവസങ്ങൾക്കിടെ ആകെ 21 തവണ സഭ ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനമാണിത്. ജൻവിശ്വാസ് ഭേദഗതി ബിൽ, ദേശീയ കായിക ഭരണ ബിൽ, മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾ പരിഗണിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടി. മന്ത്രിമാരടക്കം 40 രാഷ്ട്രീയ പാർട്ടികളിലെ 54 നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിയും രാജ്യസഭയിലെ സഭാ നേതാവുമായ JP നദ്ദ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, പാർലമെന്ററി കാര്യ സഹമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, L മുരുകൻ എന്നിവരും പങ്കെടുത്തു. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഭരണപക്ഷവും പ്രതിപക്ഷവും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. हमने ये रिक्वेस्ट किया है कि सदन अच्छा से चले के लिए पक्ष और विपक्ष मिलकर के हमको काम करना होगा. आपस में कोऑर्डिनेशन अच्छी तरह से रखना होगा. हम पॉलिटिकल पार्टीज अलग अलग विचारधारा का हो सकता है, मगर पार्लियामेंट का सदन अच्छी तरह से चले ये सबका जिम्मेदारी है. अपोजिशन का भी जिम्मेदारी है और सरकार का भी जिम्मेदारी है. അതേസമയം പഹൽഗാം ഭീകരാക്രമണം, US പ്രസിഡന്റ് ട്രംപിന്റെ പരാമർശങ്ങൾ, ബീഹാർ വോട്ടർ പട്ടിക പുനരവലോകനം എന്നിവയിൽ പ്രധാനമന്ത്രി മോദി സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ് ആവശ്യപ്പെട്ടു. सदन के अंदर भारतीय सेना को एकजुट होकर हम अपना समर्थन दें, अपना धन्यवाद दें, लेकिन उसके पश्चात जो घटनाक्रम हुआ है उसको लेकर प्रधानमंत्री मोदी जी को इस विषय पर प्रकाश डालना बहुत जरूरी होगा, क्योंकि जो बयान आज अमेरिका के राष्ट्रपति से आ रहे हैं वो कहीं न कहीं भारत की गरिमा, भारत की सेना की शौर्य पर सवाल उठाता है. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മാധ്യമങ്ങളെ കാണും. അടുത്ത മാസം 21 വരെയാണ് വർഷകാല സമ്മേളനം. രാജ്യസഭാ MPയായി C. സദാനന്ദൻ മാസ്റ്റർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. രാജ്യവികസനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിബദ്ധതയുണ്ടെന്നും അതിനായി ക്രിയാത്മക ചർച്ചകൾ അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ രാജ്യസഭാ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദ്വീപ് സന്ദർശനത്തിന് ബുധനാഴ്ച തുടക്കമാകും. സന്ദർശനത്തിനിടെ അദ്ദേഹം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 25-ന് മാൽദ്വീപ്സിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി കൂടിക്കാഴ്ച നടത്തും. ബീഹാറിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 5 ദിവസത്തെ സമ്മേളനം ഈ മാസം 25 വരെ നീളും. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇത് സംസ്ഥാന നിയമസഭയുടെ ഈ വർഷത്തെ അവസാന സമ്മേളനമായിരിക്കും. ഗോവയിലും നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPIയുടെ സഹായത്തോടെ ഇന്ത്യ അതിവേഗ പണമിടപാടുകളിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ജൂണിൽ 24 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള ഇടപാടുകളാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 32% വർധനയാണിത്. IMFന്റെ റിപ്പോർട്ട് പ്രകാരം പ്രതിമാസം 18 ബില്യണിലധികം ഇടപാടുകളാണ് UPI വഴി രാജ്യത്ത് നടക്കുന്നത്.
കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം മഞ്ഞക്കാർഡ് കുടുംബങ്ങൾക്ക് 15 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൌജന്യമായി വിതരണം ചെയ്യും. സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച 18 വാർഡുകളിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അടുത്ത മാസം 1 വരെ ഈ വാർഡുകളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. മണ്ണാർക്കാട് താലൂക്ക് പരിധിയിൽ പൊതുയിടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 5 ദിവസം കൂടി മഴ ശക്തമായി തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം. നദീതീരങ്ങളിലുള്ളവരും ജാഗ്രത പുലർത്തണം. ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക തീരത്ത് നാളെ വരെയും ലക്ഷദ്വീപ് തീരത്ത് ഈ മാസം 24 വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പോർച്ചുഗലിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ ഇന്ത്യയുടെ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിന് സ്വർണം. 2ാം ശ്രമത്തിൽ 7.75 മീറ്റർ ചാടിയാണ് ശ്രീശങ്കർ ഒന്നാമതെത്തിയത്. ജോർജിയയിൽ നടക്കുന്ന ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ചരിത്രം കുറിച്ച ഇന്ത്യയുടെ കൊനേരി ഹംപി. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടമാണ് കൊനേരി ഹംപി സ്വന്തമാക്കിയത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനയുടെ സോങ് യുക്സിനെ ഹംപി പരാജയപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന ഗുസ്തി ടൂർണമെന്റിൽ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ സുമിത് വെള്ളി മെഡൽ നേടി. ഫൈനലിൽ അസർബൈജാൻ താരത്തെയാണ് സുമിത് പരാജയപ്പെടുത്തിയത്. 55 കിലോ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അനിൽ മോർ വെങ്കല മെഡൽ നേടി. യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റായ ഓറിയന്റൽ കപ്പിന്റെ 3ാം പതിപ്പിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 24ഉം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 12 ഉൾപ്പെടെ 36 ടീമുകളാണ് ഇത്തവണ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. കെയ്റോയിൽ ഇന്ന് ആരംഭിക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ 12-അംഗ ഇന്ത്യൻ സംഘത്തെ അനാഹത് സിംഗ് നയിക്കും. 6 ദിവസം നീണ്ടു നിൽക്കുന്ന അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 234 താരങ്ങൾ പങ്കെടുക്കും. കർക്കിടക മാസ പൂജകൾക്കായി തുറന്ന ശബരിമല ക്ഷേത്രനട പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. നിറപുത്തിരി പൂജയ്ക്കായി ഈ മാസം 29-ന് നട വീണ്ടും തുറക്കും. 30-നാണ് നിറപുത്തിരി. ഈ മാസം 3-ന് ആരംഭിച്ച അമർനാഥ് യാത്ര സുഗമമായി പുരോഗമിക്കുന്നതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ നുൻവാൻ പഹൽഗാം ബേസ് ക്യാമ്പ്, മധ്യ കാശ്മീരിലെ ഗണ്ടർബാൽ ജില്ലയിലെ ബാൾതാൽ ബേസ് ക്യാമ്പ് എന്നിവിടങ്ങളിലൂടെയാണ് യാത്ര പുരോഗമിക്കുന്നത്. 38 ദിവസത്തെ യാത്ര അടുത്ത മാസം 9-ന് സമാപിക്കും. കൻവാർ യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹരിദ്വാറിൽ നിരവധി പേരാണ് പുണ്യഗംഗാജലം ശേഖരിക്കാൻ ഒത്തുകൂടുന്നത്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ധാരാളമായി എത്തുന്നുണ്ട്. ഇതുവരെ 2.5 കോടിയിലധികം പേർ എത്തിയതായാണ് കണക്ക്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള മാ കെയർ സ്റ്റോറുകൾ നാളെ തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകസമ്പുഷ്ടവുമായ ലഘുഭക്ഷണം, പാനീയങ്ങൾ, സ്കൂൾ സ്റ്റേഷനറി ഐറ്റങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ എന്നിവ സ്റ്റോറിലൂടെ വിതരണം ചെയ്യും. നാളെ വൈകിട്ട് കരമന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഹമാസ് കമാൻഡർ ബഷർ താബറ്റിനെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. 75ഓളം ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു. അമേരിക്കയിലെ അലാസ്കയിൽ ഇന്ന് പുലർച്ചെ റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. അലാസ്കയിലെ തീരമേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:58-നാണ് ഭൂകമ്പം ഉണ്ടായത്. വയനാട് മീനങ്ങാടിയിൽ വാഹന അപകടത്തിൽ കബഡി ദേശീയ താരമടക്കം 4 പേർക്ക് പരിക്ക്. ബുള്ളറ്റിടിച്ച് കബഡി ദേശീയ താരം മുക്കം സ്വദേശി അഭിഷേകിനും മറ്റു 3 പേർക്കുമാണ് പരിക്കേറ്റത്. ക്ഷീര കർഷകർക്കിടയിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച് അസം സർക്കാർ. പദ്ധതിയുടെ ഉദ്ഘാടനം ഗുവാഹത്തിയിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിർവഹിച്ചു. 2027, 29, 31 വർഷങ്ങളിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകൾക്ക് ഇംഗ്ലണ്ട് ആതിഥേയത്വം വഹിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ സിംഗപ്പൂരിൽ നടക്കുന്ന കൌൺസിലിന്റെ വാർഷിക സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK, മാൽദ്വീപ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPIയുടെ സഹായത്തോടെ ഇന്ത്യ അതിവേഗ പണമിടപാടുകളിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിന് സ്വർണം. വനിതാ ചെസ് ലോകകപ്പിൽ കൊനേരു ഹംപി സെമി ഫൈനലിൽ. കേരളത്തിൽ മഴ ശക്തം. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.